ലോകകപ്പ് ഇവിടെ അടുത്ത് വരികയാണ്. വെറും 2 ദിവസം മാത്രമേ ഉള്ളൂ ഇനി ലോകകപ്പിന്. വേങ്ങര സായംപ്രഭ ഹോമിലെ സീനിയർ സിറ്റിസൻസ് എല്ലാവരും വളരെ ആവേശത്തിലാണ്. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് പെനാൽറ്റി ഷൂട്ട് ഔട്ട്. നമുക്ക് നോക്കാം ഇതിൽ ആരാണ് ജയിക്കുന്നത്. ഇതിലതാ മെസ്സിയുടെ ടീമുണ്ട്, നെയ്മറിന്റെ ടീമുണ്ട്, അമേരിക്കന്റെ ടീമുണ്ട്, ഇറ്റലി കാക്കാട് അബുഗ്രജയുടെ ഇറ്റലിന്റെ ടീമുണ്ട്. പോർച്ചുഗൽ ആരെയുണ്ടാ? പോർച്ചുഗലുണ്ടാ? ഇംഗ്ലണ്ട് ഉണ്ടാ? ഇല്ല. അപ്പൊ അതിനൊന്നും ഇവിടെ ആളില്ല. USA ആളാണ്. ട്രംപ് നേരിട്ട് വിളിച്ചിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്, ജേഴ്സി കൊടുത്തിട്ടുള്ളത് പറഞ്ഞ്. ജേഴ്സി പിന്നെ USA ജേഴ്സി ഇല്ലെങ്കിലും ട്രംപ് സമ്മാനിച്ച ജേഴ്സി ഇട്ടിട്ടാണെന്ന് ഒരു പരിപാടിക്ക് വന്നിട്ടുള്ളത്. നമുക്ക് പരിപാടി കടക്കാം. നമ്മളെ പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതെ, മൂപ്പരെ പോലെ ചെറുപ്പത്തിൽ നമ്മൾ കോട്ടി കളിച്ച് പന്ത് കളിച്ച് അതേമാതിരി തന്നെ മീൻ പിടിച്ച് അല്ലേ, ആ കുട്ടിക്കാലത്തുള്ള ആ ഒരു മധുരമായ ഓർമ്മകളാണ് ഇന്നൊക്കെ പരിഷ്കരിക്കപ്പെട്ടു. ഇന്ന് കുട്ടികളാരെങ്കിലും തോട്ടിൽ ചാടാൻ പോലുണ്ടോ? ഇല്ല. ചൂണ്ടലിടാറുണ്ടോ? ഇല്ല. കോട്ടി കളിക്കാറുണ്ടോ? ഇല്ല. ഇന്ന് കളികളൊക്കെ മാറി. പക്ഷേ നമ്മളെ മലബാറിൻ്റെ ലോകത്തിൻ്റെ കളിയാണ് ഫുട്ബോൾ. മലപ്പുറം ജില്ലൻ്റെ ഹൃദയമാണ് ഫുട്ബോൾ. അപ്പോൾ അതിന്ന് നമ്മളിവിടെ കിക്ക് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ നാസർ എന്ന കുഞ്ഞുട്ടിയാക്ക പരിപാടി ഷൂട്ടൗട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. വൈസ് പ്രസിഡന്റ് കടുത്ത അമേരിക്കൻ ആരാധകൻ. രണ്ടാം സ്ഥാനത്തേക്കുള്ള മത്സരമാണ്. സമ്മാനം നമുക്ക് വരുത്താം. ഫൈനലാണ്. ഇല്ല ഇല്ല. ഓ ഇനി നമ്മുടെ വേങ്ങര സായംപ്രഭയുടെ കെയർടേക്കർ ഇബ്രാഹിം ആണ് അടുത്തതായി പെനാൽറ്റി ഷൂട്ടൗട്ട് ചെയ്യുന്നത്. കോയാമാക്കാണ് വേങ്ങരയുടെ ഫുട്ബോൾ ചാമ്പ്യൻ. ഫൈനലിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നും പിന്നെ വീണ്ടും ഒരു ഷൂട്ടൗട്ട് കൂടി അവർക്ക് അവസരം കൊടുത്തിരുന്നു. ഇതുവരെ ആരും ഗോൾ അടിച്ചിട്ടില്ല. 3ാമത്തെ ചാൻസ് ആണ്. അല്ല, നിങ്ങൾ പറയും ഈ സെക്കൻഡ് പ്രൈസിന് ആരും യോഗ്യനല്ല. നമ്മൾ സെക്കൻഡ് 2ാം സമ്മാനം എന്താ ചെയ്യേണ്ടത്? ആ 3 ആയില്ലേ? അപ്പൊ ഈ ഒരു തീരുമാനത്തിലെത്തിയിട്ടുള്ളത് 3 പേരും കാലുകൊണ്ട് അടിച്ചിട്ട് പോസ്റ്റിലേക്ക് അടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ കൈകൊണ്ട് ഉരുട്ടിയിട്ട് പോസ്റ്റിലേക്ക് ആക്കുക. അത് അവസാനത്തെ ഒരു അവസരമാണ്. പോയി ഇത് ഉള്ളുകൂടെ കോയമാക്കാന്റെ ബോള് കൈകൊണ്ട് ഉറ്റിട്ട് നമ്മുടെ പോസ്റ്റിലേക്ക് കയറിയിട്ടുണ്ട്. 2ാമത്തെ ഇല്ല പരാജയമായിട്ട് വാങ്ങി. ഇനി 3ാമത്തതാണ്. 3 ഫൈനൽ ആയിരുന്നു. ഫൈനലിൽ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇല്ല. അപ്പൊ ഇതാണ് നമ്മുടെ 2ാം സമ്മാനത്തിന് അർഹനായിട്ടുള്ള കോയമാക്ക. വേങ്ങരത്തെ പഴയ ഫുട്ബോൾ പ്ലെയർ അല്ലേ നിങ്ങള്? സമ്മാനമാണ്. 1ാം സമ്മാനം ലയൺസ് ക്ലബ്ബ് നൽകുന്ന വെള്ളത്തുണി. കൈയടിക്ക്. 2ാം സമ്മാനം ലയൺസ് ക്ലബ്ബ് കള്ളിത്തുണി.
അങ്ങനെ നമ്മുടെ ഒന്നാം സമ്മാനം പെനാൽറ്റി ഷൂട്ടൗട്ടിലെ ഒന്നാം സമ്മാനം ശ്രീകുമാർ ഏട്ടൻ കരസ്ഥമാക്കിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട വേങ്ങര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒന്നാം സമ്മാനം റെഡിയല്ലേ, സെറ്റല്ലേ, കൈയടി. വിജയ്ക്ക് നമ്മുടെ വേങ്ങര പഞ്ചായത്ത് വാർഡ് മെമ്പർ സജിന ഇബ്രാഹിം രണ്ടാം സമ്മാനം കോയമാക്കാക്ക് കൊടുക്കുകയാണ്. അമേരിക്കൻ ടീം മെസ്സി നെയ്മറിന്റെ അല്ല മെസ്സി നെയ്മറുടെ ആ മെസ്സിയാണ്. നെയ്മർ മുന്നോട്ടേരി. വളരെ ആവേശകരമായിട്ടുള്ളൊരു പെനാൽറ്റി ഷൂട്ടൗട്ടായിരുന്നു വേങ്ങര സായം പ്രഭ ഹോമിലെ സീനിയർ സിറ്റിസൻസ് മുതിർന്ന പൗരന്മാരിവിടെ കാഴ്ചവെച്ചത്. ഇത്രയും ആവേശം മലപ്പുറത്തിൻ്റെ ഫുട്ബോളിൻ്റെ മഹത്വമാണ് ഇവിടെ വിളിച്ചോതുന്നത്. പഴയ കാലത്തൊക്കെ എല്ലാവരും ഒട്ടുമിക്കവാറും ഇതിൽ പന്ത് കളിച്ചിരുന്ന ആളുകളാണല്ലേ? എല്ലാവരും കളിച്ചിരുന്ന അല്ലേ? ആ ശരിയാണ്.